സാങ്കേതിക സർവകലാശാലയിൽ വിസിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വിസമ്മതിച്ച് രജിസ്ട്രാർ. വൈസ് ചാൻസലർ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗം പിന്നീട് നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടി ചോദ്യം ചെയ്തിരുന്നു. ഇത് റദ്ദാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം ഉത്തരവായി ഇറക്കാൻ രജിസ്ട്രാർ എ പ്രവീൺ വിസമ്മതിച്ചു. തുടർന്ന് അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി വിസി നേരിട്ട് ഉത്തരവിറക്കി. അജണ്ടയിലില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വിസിയും അംഗങ്ങളുമായി നടന്ന വാഗ്വാദത്തെ തുടർന്ന് വൈസ് ചാൻസലർ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗം വിവാദമായിരുന്നു. വിസിയുടെ അഭാവത്തിൽ നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള വിസിയുടെ നിർദ്ദേശം ഉത്തരവായി ഇറക്കാൻ രജിസ്ട്രാർ എ പ്രവീൺ വിസമ്മതിച്ചിരിക്കുകയാണ്. യോഗം പിരിച്ചുവിട്ടതിനു ശേഷവും രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തതിന് രജിസ്ട്രാറോട് വിസി വിശദീകരണം തേടിയെങ്കിലും മറുപടി നൽകിയിട്ടില്ല. സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കാൻ വിസി നൽകിയ ഉത്തരവ് തനിക്ക് ഇറക്കാൻ കഴിയില്ലെന്ന് രേഖാമൂലം വിസിക്ക് മറുപടി നൽകിയതിനെ തുടർന്നാണ് വിസി ഡോക്ടർ കെ ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് നേരിട്ട് ഉത്തരവിറക്കിയത്. സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കും വിസി ഇമെയിൽ വഴി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശവും നൽകിയിരുന്നു. സർവകലാശാല ചട്ടപ്രകാരം വിസിയുടെ നിർദ്ദേശത്തിനും ഉത്തരവിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ രജിസ്ട്രാർ നടത്തിയിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഭരണം നടത്തുന്നത് കൊണ്ടാണ് CAG അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ പോലുള്ള വമ്പൻ സാമ്പത്തിക ക്രമക്കേടുകൾ നിയന്ത്രിക്കാനാവാത്തതെന്ന് ആക്ഷേപമുണ്ട്. CAGയുടെ പരിശോധനാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുമായി വിസി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അറിയുന്നു. ജനം, തിരുവനന്തപുരം.